ഹായ് 2025 ഓഗസ്റ്റ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 3 വീഡിയോ നമുക്ക് നോക്കിയാലോ. ഒന്ന്, ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായി അറിയപ്പെടുന്ന രത്തൻ ദിയം അടുത്തിടെ അന്തരിച്ചിരിക്കുകയാണ്. രണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി അറിയപ്പെടുന്ന ഗ്രാമമാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമമാണ് സിക്കിമിലെ യാക്തെ. മൂന്ന്, ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് യൂലിയ സ്വിരിഡിൻകോയ. നാല്, ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി ഗുജറാത്ത് മാറിയിരിക്കുകയാണ്. അഞ്ച്, വോട്ടിംഗ് പ്രായം 18 നിന്നും 16 കുറയ്ക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. ആറ്, ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആയുള്ള ഓഗസ്റ്റ് 7 കർഷക ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 7, 16 വയസ്സിൽ താഴെയുള്ളവർക്ക് യൂട്യൂബ് ബാൻ ഏർപ്പെടുത്തിയ രാജ്യമാണ് ഓസ്ട്രേലിയ. 8, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നമ്മുടെ കൊച്ചിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. 9, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്ക പഠന സമിതിയിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. 10, RPF അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആദ്യമായിട്ട് ഒരു വനിത വന്നിരിക്കുകയാണ്. ഈ വനിതയാണ് സൊണാലി മിശ്ര. 11, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ തലപ്പത്തേക്ക് റീസെന്റ് ആയിട്ട് ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് അഭിജിത്ത് സേത്ത്. 12, നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാനാണ് നിതിൻ ഗുപ്ത. 13, ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് നിയമിക്കപ്പെടുന്ന ആദ്യ വനിതയാണ് പ്രൊഫസർ ഉമ കാഞ്ചിലാൽ. 14, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് ചെയർമാനായിട്ട് K മധുവിനെ നിയമിച്ചിരിക്കുകയാണ്. 15, പഞ്ചസാരയുടെ അമിത ഉപഭോഗം കാരണമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നം സ്കൂളുകളിൽ വെച്ച് തന്നെ അറിയിക്കാൻ വേണ്ടി കുട്ടികളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ പഞ്ചസാര ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. താങ്ക് യു.